കളത്രം ഭാഗം 73. മേനോൻചേട്ടൻ്റെ മകൾ ഗ്രീഷ്മ അമ്മയോടും സത്യയോടും അടുത്തു കഴിഞ്ഞു. സത്യയ്ക്കും ഏകദേശം കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ നിനക്കും. എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ ഇനിയുള്ള കാലം ഒരു പുരുഷന്റെ സ്നേഹവും കരുതലും അറിഞ്ഞു തന്നെ അവർക്ക് ജീവിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഒരു അനാഥയെപ്പോലെ അവിടെ വിഷമിച്ചു കഴിയും. എന്താ നിന്റെ അഭിപ്രായം? സൂര്യയുടെ മറുപടി കേൾക്കാൻ ജയദേവൻ ആകാംക്ഷയോടെ അവളെ നോക്കി. സൂര്യ എന്ത് പറയണമെന്നറിയാതെ വിമ്മിഷ്ടപ്പെട്ടു. നിനക്കിതിൽ അഭിപ്രായമൊന്നുമില്ലേ? അത് പിന്നെ അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ എനിക്കെന്ത് പ്രശ്നമാണ് ജയേട്ടാ. പക്ഷേ അമ്മയോടിപ്പോഴുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും ഒക്കെ പോവില്ലേ? എന്തൊക്കെയാണെങ്കിലും പെട്ടെന്നൊരാളെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണാനും ഉൾക്കൊള്ളാനും എനിക്കാവില്ല. നമ്മുടെ വീട്ടിൽ അപരിചിതനായ മറ്റൊരാൾ കൂടി, അല്ലെങ്കിൽ അമ്മ മറ്റൊരു വീട്ടിൽ, എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മുടെ കല്യാണം നടക്കുമ്പോൾ ഞാൻ അവിടെ അപരിചിതനായ മറ്റൊരു വ്യക്തിയായിരുന്നു, ഇവിടെ താനും. വിവാഹമാകുമ്പോൾ അത് സ്വാഭാവികമല്ലേ? ഇത്രയും അംഗങ്ങളുള്ള വീട്ടിൽ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ അവരോട് മുഖം കറുപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സൂര്യയുടെ മുഖം താഴ്ന്നു. സത്യയും സുരഭിയുമൊക്കെ സ്വന്തം വീട് പോലെയല്ലേ ഇവിടെ കഴിഞ്ഞത്? അവളുടെ മൂളലിന് ശക്തി പോരായിരുന്നു. രണ്ടു കുടുംബങ്ങൾ തമ്മിൽ ചേരുമ്പോൾ താൻ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ മാഞ്ഞു പോകണമെങ്കിൽ മനസ്സ് ചുറ്റും നിൽക്കുന്നവരെ അംഗീകരിക്കാൻ തയ്യാറായാൽ മാത്രം മതി. അമ്മയ്ക്കൊരു തുണ വേണം. അത് ശാരീരികമായ ആവശ്യങ്ങൾക്കല്ല. അവരാ പ്രായം താണ്ടി ഇത്രയും ദൂരം തനിയെ സഞ്ചരിച്ച സ്ത്രീയാണ്. ഇന്ന് അവരുടെ മനസ്സിന് കരുത്ത് കുറവാണ് സൂര്യ. ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന നിരാശ അവരെ ബാധിക്കും മുമ്പ് അടുത്തൊരാൾ വേണം. ഒറ്റപ്പെടൽ തോന്നാതെ അമ്മയെ ചേർത്ത് പിടിക്കാനും അവരുടേതായ സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതുമായ ഒരാൾ. മേനോൻ ചേട്ടനെ കൊണ്ട് അതിനാവും. അദ്ദേഹവും ഇത്രയും നാൾ ഭാര്യയില്ലാതെ ജീവിച്ച വ്യക്തിയാണ്. കടമകൾക്ക് മുമ്പിൽ സ്വന്തം സുഖങ്ങൾ ത്യജിച്ച വ്യക്തി. അതിനേക്കാൾ 2 പെൺമക്കളുടെ അച്ഛൻ. വാര്യത്ത് വീടിന് അദ്ദേഹത്തിനെ കൊണ്ട് ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ മക്കളുടെ അരികിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോവുകയുമില്ല. തനിക്കെന്നെ വിശ്വാസമില്ലേ? സൂര്യ ഉണ്ടെന്ന മട്ടിൽ തലയാട്ടി. എങ്കിൽ താൻ ഇതിനെതിരെ നിൽക്കരുത്. ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഒരൽപ്പം നിർബന്ധിച്ചാണെങ്കിലും നല്ലൊരു വ്യക്തിക്കൊപ്പം അവരും ജീവിക്കട്ടെ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മയുടെ സന്തോഷം എൻ്റെയും സന്തോഷമല്ലേ? ഞാനും വേദനിപ്പിച്ചതാണ്. എനിക്ക് എതിർപ്പൊന്നുമില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ട്. ഈ പ്രായത്തിലുള്ള കല്യാണമൊന്നും സാധാരണമല്ലല്ലോ. സാധാരണ സംഭവങ്ങൾ മാത്രമല്ല, അസാധാരണ സംഭവങ്ങളും ചേർന്നതാണ് ജീവിതം. എന്തായാലും ഈ ആലോചന മെല്ലെ മുന്നോട്ട് പോകട്ടെ. സൂരജിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാം. സൂരജും സുരഭിയും ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആ നിമിഷം മുതൽ സൂര്യയെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. നിനക്കൊട്ടും വിഷമമില്ലേ സത്യ? വിനിയുടെ ചോദ്യം കേട്ട് സത്യ എന്തെന്ന മട്ടിൽ പുരികമുയർത്തി. സൂര്യചേട്ടൻ്റെ കല്യാണമല്ലേ? പാദത്തോളം നീളമുള്ള പട്ടുപാവാട അല്പമുയർത്തി കുളത്തിലേക്ക് കാല് നീട്ടിയിട്ട് ഇരിക്കുകയായിരുന്നു അവൾ. വിനിയുടെ ചോദ്യം കേട്ട് അവൾ കാൽ വെള്ളത്തിനു മീതെ പൊക്കിയും താഴ്ത്തിയും രസം പിടിച്ചുകൊണ്ടിരുന്നു. ഏട്ടൻ ഈ കുളമുണ്ടാക്കിയത് നിനക്ക് കാലിട്ടടിച്ച് കളിക്കാനല്ല. സത്യയുടെ കയ്യിൽ അടിച്ചുകൊണ്ട് അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. അതെനിക്കും അറിയാലോ. എങ്കിലിപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരെന്താ? എന്തുത്തരമാണ് തരേണ്ടത്? വിഷമമുണ്ടെന്നോ അതോ ഇല്ലെന്നോ? നിന്റെ മനസ്സിലെന്തോ അത് പറ. എൻ്റെ മനസ്സിലിപ്പോ ഒന്നുമില്ല. സൂര്യചേട്ടൻ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന് ഞാനായി എടുത്ത തീരുമാനമാണ്. അതിലൊരു മാറ്റമില്ല. പക്ഷേ ഒത്തിരി ആശിച്ചതും ഇഷ്ടപ്പെട്ടതുമായ കാര്യങ്ങളല്ലേ ഞാൻ സ്വപ്നം കണ്ട കാര്യങ്ങൾ. അവിടെ എനിക്ക് പകരം മറ്റൊരു മുഖം വരുന്നതും അവരുടെ ജീവിതം എനിക്ക് മുൻപിൽ തന്നെ കാണുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും അതിനെയും കണ്ടു തന്നെ ഉൾക്കൊള്ളണം. ഉള്ളിലെവിടെയോ സൂര്യചേട്ടനെ സ്നേഹിച്ച സത്യ കരയുന്നുണ്ട്. അതേപോലെ തന്നെ വാശിയും ദേഷ്യവും പകയും നിറച്ചിരിപ്പുണ്ട്. ഓരോ കണ്ടുമുട്ടലുകളും അറപ്പും വെറുപ്പും കൂട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ കുറ്റബോധം കൊണ്ട് നീറുകയാണ്. എന്നെ കേൾക്കുന്നവർക്കെല്ലാം ഞാനൊരു ചീത്തയാണ്. നിറഞ്ഞ കണ്ണുകളെ മായ്ക്കാൻ എന്നതുപോലെ അവൾ കൈക്കുമ്പിളിൽ വെള്ളം കോരി മുഖത്തേക്ക് ചെപ്പി. സത്യം പറഞ്ഞ നീ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്ന് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പോയി. കാരണം സൂര്യചേട്ടൻ ഒരിക്കലും നിനക്ക് ചേർന്ന വ്യക്തിയല്ല.
എന്തോ ഒരു അധികാര ഭാവമാണ് നിന്നോട്. കൂട്ടിലിട്ട് വളർത്തുന്ന പക്ഷിയെപ്പോലെ പറഞ്ഞു തന്നിട്ടും നീ അതൊന്നും കേൾക്കാതെ ഞങ്ങളിൽ നിന്ന് അകന്നു മാറുന്നത് അറിയാഞ്ഞിട്ടല്ല. അറിയാം എന്തെങ്കിലും ഒരിക്കൽ നീ ഇതുപോലെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന്. നീ ഇപ്പോൾ പറഞ്ഞില്ലേ വിശാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ. മറ്റുള്ളവരുടെ വെറുപ്പ് നിന്നെ വിഷമിപ്പിക്കുന്നുവെങ്കിൽ നിന്നെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ അടുത്തു നിൽക്കുന്നവർക്കൊക്കെ വെറുപ്പ് തോന്നിപ്പോകും സത്യ. നിനക്കറിയില്ലായിരുന്നു, അബദ്ധം പറ്റിയതാണ്. അല്ലെങ്കിൽ സൂര്യചേട്ടനാണ് ഭാവിയിൽ നിന്നെ വിവാഹം കഴിക്കുക, അതുകൊണ്ട് അനുസരിച്ചു എന്നൊക്കെ എന്ത് ന്യായം നിരത്തിയാലും നിന്നെ സംരക്ഷിക്കേണ്ടത് നീ തന്നെയാണ്. നീ പറഞ്ഞില്ലേ നിന്റെ പീരീഡ്സ് ടൈമിൽ ഹെൽപ്പ് ചെയ്തു, അത് കാണണമെന്ന് പറഞ്ഞു, അതാണ് തുടക്കമെന്ന്. അയാളങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്തിനാണ് സത്യ നിന്നു കൊടുത്തത്? ഭാര്യയ്ക്ക് പീരീഡ്സ് വരുന്നത് കാണണമെന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അങ്ങനെ അവർ ആവശ്യപ്പെടുന്നത് അവരുടെ സ്വകാര്യതയാണ്. അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ പേഴ്സണലി ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിപ്പോൾ ഞാൻ എത്ര സ്നേഹിക്കുന്ന ഭർത്താവാണെന്ന് പറഞ്ഞാലും. പക്ഷേ ഒരു കാമുകൻ കാമുകിയോട് അങ്ങനെ പറയാൻ പാടില്ല. ആ കാമുകി ഭാര്യയായതിനു ശേഷമാണെങ്കിൽ പരസ്പര സമ്മതത്തോടെ എന്തുമാവാം. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തന്നെ ഇനിയും പറയാൻ കഴിയൂ. ഈ സൂര്യചേട്ടൻ ഒരു കുറുക്കനാണ്. നിന്നെ അയാൾ മുതലെടുത്തു. ആ സമയം നിന്റെ പ്രൈവറ്റ് പാർട്ടുകൾ കണ്ടതുകൊണ്ട് അയാൾ പിന്നെയും നിന്നിലേക്ക് അടുക്കാനുള്ള വഴിയാണ് നോക്കിയത്. പീരീഡ്സ് വരുമ്പോൾ അടുത്തിരിക്കുന്നതും പാട് വാങ്ങിത്തരുന്നതും ചോക്ലേറ്റും ഡ്രസ്സും വാങ്ങിത്തരുന്നതും ഒന്നുമല്ല സത്യ പ്രണയം. ഇത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ്. എൻ്റെ കൺമുന്നിൽ ഏട്ടനെയും നിന്നെയും കണ്ടതോടെ ഈ ആത്മാർത്ഥ പ്രണയം എന്നൊരു സാധനമില്ലെന്ന് ഉറപ്പായി. അവനവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റിമറിക്കാവുന്ന ആകർഷണങ്ങളാണ് ഇന്നത്തെ കാലത്തെ പ്രണയം. കാമവും സ്വാർത്ഥതയും മാത്രമേ അതിലുള്ളൂ. പരസ്പര വിശ്വാസവും സ്നേഹവും ഒന്നുമില്ല. നിനക്ക് തെറ്റുപറ്റി, തിരുത്താൻ കഴിയില്ല. പക്ഷേ മുന്നോട്ട് ധൈര്യമായിട്ട് പോകാൻ കഴിയും. നീ ഒരാളുമായി ശാരീരികമായി ബന്ധം പുലർത്തിയത് ഇനി തിരുത്താൻ കഴിയില്ലല്ലോ. മറക്കേണ്ടതിനെ മറന്നു കളയണം. അല്ലെങ്കിലും ഒരു സ്ത്രീയിൽ ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് സൂരജെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഇനിയും നിന്നെ സമീപിക്കും. ഭീഷണിയോ സ്നേഹമോ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നിന്നെ എങ്ങനെ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുവരാമെന്ന് അയാൾക്കും അറിയാം. വീണ്ടും നിന്നുകൊടുത്ത് നീ വിഡ്ഢിയാകരുത്. ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കിപ്പോൾ ചില ലക്ഷ്യങ്ങളൊക്കെയുണ്ട്. അതിനിടയിൽ അമ്മ കല്യാണമാണെന്ന് പറഞ്ഞുണ്ടാക്കുന്ന ടെൻഷൻ ഒഴിവാക്കി നിർത്തിയാൽ മുന്നോട്ടുള്ളതെല്ലാം ഞാൻ ഈസിയായി കൈകാര്യം ചെയ്യും. വിഷമിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ ഞാൻ കണ്ണു നിറയ്ക്കുമായിരിക്കും. പഴയ ഓർമ്മകളിൽ നീറുമായിരിക്കും. അതൊന്നും പക്ഷേ ആ വ്യക്തിയിലേക്കുള്ള തിരിഞ്ഞുപോക്കല്ല. നീ നിന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയില്ലേ? ഇല്ല, അവരൊക്കെ വിളിക്കാറുണ്ട്. രക്ഷിയേട്ടൻ ബാംഗ്ലൂർക്ക് പോയി, അവിടെ ജോലിക്ക് കയറി. ഒപ്പം ഗൗതമി കുഞ്ഞമ്മയുടെ മകൾ സിദ്ധി ചേച്ചിയും. അവരെല്ലാം കല്യാണത്തിന് വരും. തുളസിയമ്മ നിർബന്ധിച്ചാൽ നിനക്ക് രക്ഷിയേട്ടനെ നോക്കിക്കൂടെ? സത്യം ഞെട്ടി വിനിയെ നോക്കി. നീയല്ലേ പറഞ്ഞത് പുള്ളിക്ക് ചെറിയ പ്രായം മുതൽ നിന്നോട് പ്രേമമായിരുന്നെന്ന്? ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ സിദ്ധി ചേച്ചി, പുള്ളിക്കാരിക്ക് രക്ഷിയേട്ടനോട് ഒരു ഇഷ്ടമുണ്ട്. അത് സാരംഗി ചേച്ചി പറഞ്ഞതാ. അതും കുറേ വർഷങ്ങളായിട്ടുള്ളത്. എന്നെപ്പോലെ ഒരാളല്ല രക്ഷിയേട്ടന് ചേരുക. ഞാനത് ആളോട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സൂര്യചേട്ടൻ്റെ കാര്യത്തിൽ നിന്ന് ഞാൻ പിന്നിലേക്ക് വലിയ നിമിഷം തന്നെ അത് വ്യക്തമാക്കിയതാണ്. എൻ്റെ മനസ്സിൽ ഇനിയൊരു പ്രണയവും വിവാഹവും ഒന്നുമില്ല വിനി എന്ന് കരുതി ഒരിക്കലും വിവാഹം ചെയ്യില്ലെന്നല്ല. അതിനു മുമ്പ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണം. അതിന് ഞാൻ ഇങ്ങനെ ആയാൽ പോരാ. കുറച്ചുകൂടി ധൈര്യം വേണം. കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള കഴിവ് വേണം. പിന്നെ സ്വയരക്ഷ. അതിനിടയിൽ എനിക്ക് നഷ്ടമായ അതേ റിയാലിറ്റി ഷോയുടെ ഇനിയുള്ള ഏതെങ്കിലും സീസണിൽ മത്സരാർത്ഥിയായിട്ട് കയറണം. കുറച്ച് മോഹിച്ചതാണ്. ആ മോഹം ആദ്യം നടപ്പിലാക്കണം. നീ ഒത്തിരി മാറി സത്യ. വിനി സന്തോഷത്തോടെ അവളെ ചുറ്റിപ്പിടിച്ചു. എനിക്കിനിയും മാറണം, അവൾ വാശിയോടെ പറഞ്ഞു. കൂടെ ഉണ്ടാകും ഞങ്ങളെല്ലാം. വിനി അവൾക്ക് വാക്ക് നൽകി. ഈ പാടുകൾ മായ്ച്ചു കളയണം സത്യ. വിനി അവളുടെ കഴുത്തിലേക്കും കൈയിലേക്കും നോക്കി, പിന്നെ മുഖത്തെ കുത്തുകളിലേക്കും. വേണ്ട, ഇതിങ്ങനെ ഇരിക്കട്ടെ. ചിലർക്ക് എന്നോട് പകൽ വെളിച്ചത്തിൽ അറപ്പ് തോന്നാൻ ഇത് നല്ലതാണ്. സത്യ പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് അവളോട് യാത്ര പറഞ്ഞു വീട്ടിലേക്ക് പോയി.
വാര്യത്തെ വീട് വീണ്ടും ഒരു കല്യാണ തിരക്കിലേക്ക് നീങ്ങി. മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചും കളിച്ചും നിൽക്കുന്ന സൂരജിന്റെ ഉള്ളിൽ ഒരഗ്നിപർവ്വതം പുകഞ്ഞു. എനിക്ക് അന്നേ അറിയായിരുന്നു സൂരജ് അവന്റെ മുറപ്പെണ്ണിനെ കെട്ടില്ലെന്ന്. ബാംഗ്ലൂരിൽ ഒപ്പം പഠിച്ച കൂട്ടുകാർ മുറിയിൽ ഒത്തുകൂടിയപ്പോൾ അതിലൊരുവൾ പുച്ഛത്തോടെ പറഞ്ഞു, നീ അവളുടെ കാര്യത്തിൽ ഭയങ്കര സീരിയസ് ആയിരുന്നല്ലോ, പിന്നെന്തു പറ്റി? അവളെക്കാൾ ഭംഗിയും പണവും ഉള്ള ഒരാൾ വന്നപ്പോൾ മനസ്സ് മാറിപ്പോകാൻ? അതോ അവളെ മടുത്തുപോയോ? വിവാഹത്തലേന്ന് കൂട്ടുകാർക്കായി നടത്തിയ ബാച്ചിലർ പാർട്ടിയിൽ പകലൊരുവൾ തൊടുത്തുവിട്ട അതേ ചോദ്യം വീണ്ടും സൂരജിനെ തേടിയെത്തി. കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യം വായിലേക്ക് കമിഴ്ത്തി അവൻ കണ്ണടച്ച് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു. എന്റെ വീട്ടിൽ നട്ടുവളർത്തിയ ചെടി, അതിലെ പൂവും കായും എന്നും സൂരജിന് അവകാശപ്പെട്ടത് തന്നെയാ. അതിനിപ്പോ അവൾക്കൊരു താലി കെട്ടിക്കൊടുക്കേണ്ട കാര്യമുണ്ടോ? കൃഷ്ണയെ മടുക്കുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് സത്യ തന്നെ വേണം. അവളൊരു കിക്കാണ്. ആ വീട്ടിൽ എൻ്റെ അമ്മയെന്ന് പറയുന്ന സ്ത്രീയോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ബെസ്റ്റ് വഴി അതാണ്. സത്യ അതാവണം, ഇതാവണം, അങ്ങനെ ജീവിക്കണം എന്നൊക്കെ വാശി പിടിച്ചു പറയുന്നവർക്ക് മുമ്പിൽ അവൾ എൻ്റെ അടിമയെപ്പോലെ കഴിയുന്നത് ഞാൻ കാണിച്ചു കൊടുക്കും. അതിനു വേണ്ടതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അവൾക്കും അല്പം അഹങ്കാരം കൂടിയിട്ടുണ്ട്. ആദ്യം കൃഷ്ണ, അവളെ ഞാനൊന്ന് ഒതുക്കട്ടെ. അത് കഴിഞ്ഞാൽ സത്യയുടെ കണ്ണീര് കണ്ട് വാര്യത്തെ വീടിന്റെ ഉള്ളറയിലെ കലശത്തിലിരിക്കുന്ന അവളുടെ അപ്പനും അമ്മയും പോലും നിലവിളിച്ചു പോകും. സൂരജ് കുടിലമായി ചിരിച്ചുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ചടങ്ങ് പോലെ വളരെ ബുദ്ധിമുട്ടി സൂരജ് എല്ലാവർക്കും ദക്ഷിണ നൽകി. അമ്മയ്ക്ക് പേരിന് ദക്ഷിണ കൊടുത്തെങ്കിലും അവനൊന്ന് കുനിയുന്നത് പോലെ ഭാവിച്ചതേയുള്ളൂ. കനലുകൾ കുന്നോളം അവരുടെ ഉള്ളിൽ ഓരോ പെരുമാറ്റങ്ങൾ കൊണ്ടും അവൻ കൂട്ടിക്കൊണ്ടിരുന്നു. അറിഞ്ഞതിൽ നിന്നും വളരെയേറെ തിരസ്കാരം നിറഞ്ഞൊരു ജീവിതമാണ് തുളസിയുടേതെന്ന് മേനോനും ഗ്രീഷ്മയും മനസ്സിലാക്കുന്നതും അപ്പോഴാണ്. സൂര്യയുടെ വിവാഹത്തിന് കാര്യക്കാരായ വിക്രമന്റെ സഹോദരങ്ങൾക്ക് ജയദേവൻ അവസരങ്ങൾ കൊടുത്തിരുന്നില്ല. വിവാഹം ക്ഷണിക്കുമ്പോൾ നേരെ മണ്ഡപത്തിലേക്ക് വന്നാൽ മാത്രം മതിയെന്ന് എടുത്തു പറഞ്ഞതിന്റെ മുഷിച്ചിൽ അവർക്കുമുണ്ടായിരുന്നു. മാത്രവുമല്ല, വിവാഹത്തിനു വേണ്ടി വസ്ത്രങ്ങൾ എടുത്തുകൂട്ടിയതിൽ അവരെയൊക്കെ പരിഗണിച്ചില്ലെന്ന വലിയ പരാതിയും ഉയർന്നിരുന്നു. പക നിറഞ്ഞ കണ്ണുകൾ സത്യയ്ക്ക് നേരെ തൊടുത്തു വിട്ടുകൊണ്ട് വരനായി അലങ്കരിച്ചിരിക്കുന്ന കാറിൽ സൂരജ് കയറുമ്പോൾ ഒപ്പം കയറാൻ നിന്ന സുരഭിയെ അവൻ തടഞ്ഞു. എൻ്റെ പെങ്ങളായി നീ നിന്നാൽ മതി. അവൻ സത്യയുടെ കൈ പിടിച്ചു വണ്ടിയിലേക്ക് കയറ്റി. ചിരിയോടെ അവളും. തുടരും.